Hi friends, welcome back to SHEHRUS feast. നമുക്കിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു പെർഫെക്റ്റ് ബട്ടർ ചിക്കൻ റെഡിയാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ബട്ടർ ചിക്കൻ? ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതുപോലെയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ സ്പൂണിൻ്റെ അളവിലാണ് എടുത്തത് സാധനങ്ങളൊക്കെ. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസ്, 2 സ്പൂൺ തൈര്, പിന്നെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഉപ്പ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അളവൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും അത് പറയുന്നില്ല. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളെ കയ്യിൽ ഫ്രഷ് ക്രീമും തൈരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നുള്ളൂ. ഇനി അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒരു അടിപൊളി മുട്ടക്കറിയും കൂടി ആക്കാൻ പറ്റുന്നതാണ്. കാരണം 2 ദിവസമൊക്കെ ഇത് നമുക്ക് ഈ ഗ്രേവി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല. ഇതാ ഞാൻ ചിക്കനൊക്കെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. അധികം ഡ്രൈ ആയിപ്പോരുത്. നമുക്ക് വേഗം തന്നെ ഒന്ന് മറിച്ചിട്ട് ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മളെ കയ്യിൽ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും ഫ്രഷ് ക്രീമും തൈരൊക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഡിഷാണിത്. നമ്മൾ ചിക്കന് 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇതാ ഫ്രൈ ചെയ്ത് ഞാൻ ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് 2 ചെറിയ ഉള്ളി ഞാനിവിടെ കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 വലിയ തക്കാളി, ചെറുതാണെങ്കിൽ 2 തക്കാളിയൊക്കെ എടുത്താൽ മതി. പിന്നെ കുറച്ച് നട്ട്സ്, ബട്ടർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണൊക്കെ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂണ്, പിന്നെ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ ഇവിടെ ഒരു നുള്ള് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പാന് വെച്ച് ചൂടായപ്പോൾ തന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇടുമ്പോൾ എപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ബട്ടർ ഇടാവൂ, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും ബട്ടർ. ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി അതിലേക്ക് ഇതിന് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഞാൻ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ച ആ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഷുഗർ ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എൻ്റെ കയ്യിൽ ഫ്രൈ ചെയ്ത നട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ അതല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നേ ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഞാനിതാ ഇവിടെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിൽ നല്ലോണം അടിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളൊരു അരിപ്പയിൽ വെച്ചിട്ട് അതൊന്ന് പിന്നെ ഫ്രൈ ചെയ്ത ചിക്കന് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി വേണം നമുക്ക്. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിരുന്നു. അതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ബട്ടറും മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. ഞാനിത് അടിച്ചു വെച്ച ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടത്. ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ ഗ്രേവി നന്നായി തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതാ ഫ്രഷ് ക്രീം ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ഇട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അവസാനമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കസ്തൂരി മേത്തി എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അതാ എൻ്റെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു കറിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.